ഒറ്റ തുണി എന്ന ആശയത്തിലേക്ക് എന്തുകൊണ്ടാണ് ഗാന്ധിജി ചെന്നെത്തിയത്? അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരൊറ്റ തുണിയിലേക്ക്, ഈ ഒറ്റ തുണി പിന്നെ മരണം വരെ ഒഴിവാക്കിയിട്ടുമില്ല. രാജകൊട്ടാരത്തിൽ ചർച്ച ചെയ്യാൻ വിളിച്ചപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകാൻ നിയമങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ നിയമം ഭരിച്ചുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം രാജാവ് നിയമം മാറ്റി. മനസ്സിലായി? ബ്രിട്ടീഷ് ചക്രവർത്തിയായ ജോർജ് രാജാവിൻ്റെ മുന്നിലേക്ക് പോകാനും പിന്നെ ചർച്ചയ്ക്ക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് വരികയാണ്. പക്ഷേ സൂട്ടും കോട്ടും ധരിക്കണം. അപ്പം അത് ധരിക്കൂലായിരുന്നു. എന്തുകൊണ്ട്? നാണം മറക്കാനില്ലാത്ത 40 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. അപ്പം ഞാൻ അവർക്കില്ലാത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതെൻ്റെ സന്ദേശമാണ്, ഇതെൻ്റെ ആഗ്രഹമാണ്. എൻ്റെ നാട്ടുകാർക്ക് നാണം മറക്കാൻ വസ്ത്രം എന്നാണോ കിട്ടുക, അപ്പോൾ മാത്രമേ ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് മാറുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം രാജാവ് തോറ്റു, നിയമം മാറ്റി. കാരണം ഗാന്ധിജി ചർച്ചക്കത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം, കാരണം രാജ്യത്തെ 40 കോടി ജനങ്ങളുടെ നേതാവാണ്. ആ നേതാവ് അങ്ങനെയാണ്. അതിനേക്കാൾ വലിയ രസം, രാജാവുമായി ഉള്ള സംഭാഷണം ചർച്ചയൊക്കെ അവസാനിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നിങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ പത്രക്കാർ പറഞ്ഞു. അപ്പം ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ കഴിയാത്തതിൽ, നിങ്ങൾക്ക് രാജാവിൻ്റെ മുന്നിൽ വസ്ത്രം ധരിക്കാൻ കഴിയാത്തതിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു വിഷമം തോന്നിയില്ല. എന്തുകൊണ്ട്? എനിക്കും കൂടിയുള്ള വസ്ത്രം അദ്ദേഹം ധരിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. തമാശ കൊണ്ട് നേരിട്ട്. അപ്പം അത് തന്നെ ആശ്രമം എന്ന പുസ്തകത്തിൽ ഒരുപാട് എന്തുകൊണ്ടാണ് ഈ ഒറ്റ മുണ്ടിലേക്ക് മാറിയെന്ന സംഭവം പറയുന്നുണ്ട്. അതായത് ബീഹാറിലെ കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗാന്ധിജി ബീഹാറിലേക്ക് പോയി. അവിടുത്തെ ജനങ്ങളുടെ മോശം ജീവിത സാഹചര്യങ്ങൾ, വൃത്തിഹീനതയും ശ്രദ്ധിച്ചു. ഗ്രാമീണരെ ശുചിത്വം പഠിപ്പിക്കാൻ വേണ്ടി ബീദി ഹർബയിൽ ഒരു സ്കൂൾ ആരംഭിച്ചു ഗാന്ധിജി 1917. അവിടുത്തെ സ്ത്രീകളെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും വസ്ത്രങ്ങൾ കഴുകി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ബോധവൽക്കരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ കസ്തൂർബയെ ഗ്രാമത്തിലേക്ക്, ബീദി ഹർബയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് അയച്ചു. സ്വന്തം ഭാര്യ അയച്ചു 1917. അങ്ങനെ ഭാര്യ ബീദി ഹർബയിലെ ചില വീടുകളുടെ അടുത്തെത്തി. അപ്പോൾ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളാണ് പെണ്ണുങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കഴുകി ഉപയോഗിക്കാനുള്ള സന്ദേശം കൊണ്ടാണ് കസ്തൂർബ വരുന്നത്. നിങ്ങൾ ഈ അഴുക്ക് വസ്ത്രം ധരിക്കരുത്, ഒന്ന് കഴുകി ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ ഈ സ്ത്രീകളിൽ ചില സ്ത്രീകൾ എന്ത് ചെയ്തു? കസ്തൂർബ ഗാന്ധി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അലമാരല്ല, ഒരു പെട്ടിയില്ല, ഒന്നുമില്ല. ഇത് കസ്തൂർബ ശ്രദ്ധിച്ചു. അതെന്താ ഇങ്ങനെ വെച്ചു? അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടി ഞങ്ങൾക്ക് ആവശ്യം ഇല്ല. ഞങ്ങളെ വീട്ടിലാകെയുള്ളത് ഒരു വസ്ത്രമാണ്, പിന്നെയുള്ളത് ഈ കീറത്തുണികൾ മാത്രമാണ്. 4 പെണ്ണുങ്ങൾക്കുള്ളത് ഒരു വസ്ത്രം. പിന്നെ ഇത് ഒരാൾ അണിഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിൽ മറ്റ് 3 ആളുകളും അർദ്ധനഗ്നരായി വീട്ടിൻ്റെ ഉള്ളിൽ, 4 ആൾ ഒരുമിച്ച് വെളിയിലേക്ക് വരില്ല. ഇല്ല. പിന്നെ ഈ വസ്ത്രം അലക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അലക്കണമെങ്കിൽ 4 ആളും നഗ്നരായിരിക്കണം. കാരണം മറ്റൊരു വസ്ത്രം ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വസ്ത്രം അലക്കാത്തത് എന്ന് കസ്തൂർബ ഗാന്ധിയോട് അവർ മറുപടി പറഞ്ഞു. ബീഹാറിലെ ബീദി ഹർവ നിവാസിനികളായ ചില സ്ത്രീകൾ കുടിയിൽ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ പെട്ടിയോ അലമാരയോ യാതൊരു സൗകര്യവും ഇല്ല. ആ 3 സ്ത്രീകൾ, ആകെ 3 സ്ത്രീകളാണ് അവിടെ ഉണ്ടായിരുന്നത്, 4 അല്ല 3. കസ്തൂർബ ഗാന്ധിയോട് അവരുടെ വിഷമങ്ങളെ ഇവിടെ വസ്ത്രങ്ങളൊന്നുമില്ല, ഈ ഉടുത്തിരിക്കുന്ന സാരി മാത്രമാണ് വീട്ടിലുള്ള ഒരേ ഒരു വസ്ത്രം. ഞങ്ങൾ 3 സ്ത്രീകൾക്കും കൂടി പുറത്തു പോകാൻ ഈ ഒരൊറ്റ തുണിയേ ഉള്ളൂ. ഒരാൾ ഇത് ഉടുത്ത് പുറത്തു പോകുമ്പോൾ ബാക്കി 2 പേരും വസ്ത്രമില്ലാത്തതിനാൽ കുടിലിൻ്റെ ഇരുട്ടിൽ ഒളിച്ചിരിക്കും. ഇത് അയച്ച് കഴുകിയാൽ അത് ഉണങ്ങുന്നവരെ ശരീരം മറക്കാൻ വേറെ ഒന്നുമില്ല, 3 ആൾക്കൊന്നുമില്ല. ഇത് വന്ന് കസ്തൂർബ ഗാന്ധിജിയോട് പറഞ്ഞു. ഗാന്ധിജി ഇത് വലിയ ആഘാതം ഉണ്ടാക്കി. അതായത് എൻ്റെ രാജ്യത്തിൻ്റെ മക്കളിൽ വലിയ ശതമാനത്തിനും പുറത്തിറങ്ങാൻ വസ്ത്രമില്ല എന്ന് 1917 മനസ്സിലാക്കി. അന്ന് താൻ ഉപയോഗിച്ച വസ്ത്രം ഒഴിവാക്കി. പിന്നെ 1948 ഈ വർഗീയവാദിയുടെ വെടിയേറ്റ് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് ഒരു ഉടുമുണ്ടല്ലാതെ ഒന്നുമില്ല. തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും വസ്ത്രം കിട്ടിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുമില്ല. അത് ഇതൊരു മനുഷ്യൻ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ കാലത്ത് നമ്മൾ അങ്ങനെ കണ്ട എന്താ ചെയ്യുക? നമ്മൾ വേഗം ഒരു പിരിവെടുക്കും. പിരിവെടുക്കൽ ഗാന്ധിജി രീതിയല്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചരിത്രത്തിൽ കടന്നു പോയിട്ടും ഇന്നിപ്പോൾ നമ്മുടെ പരിഹാരം എന്താ?
പറ, എന്താ പരിഹാരം? എന്താ പരിഹാരം? പിരിവ്. ഒരാൾ കുഴങ്ങനെ നടത്താൻ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? നമ്മൾ എത്രയും വലിയ നാം ഗാന്ധിജിയെ പോലത്തെ നേതാവ് ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഒരു വലിയ ആളെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവിൻ്റെ മാത്രം എന്താ പറയുക, ആ നേതാവ് ഒരു പിരിവിന് ആഹ്വാനം ചെയ്തപ്പോൾ 25 കോടി 35 കോടി 45 കോടി 10 മിനിറ്റ് കൊണ്ടാണ് എത്തിച്ച്. ഇതാണ് ഇപ്പോൾ മാറ്റം പറയുന്നത്. ഇതിപ്പോൾ അയാളെ മാറ്റമാണ്. അതിന് പരിഹാരമല്ലേ? എന്നേക്കുമായി പിരിവില്ലാത്ത ഒരു പരിഹാരം. ഞാൻ നിങ്ങളെ പറഞ്ഞു, ഇന്ന് നമ്മൾക്ക് ഷുഗർ കംപ്ലൈൻറ്റ് കൂടിയപ്പോൾ ഡയാലിസിസ് സെൻ്ററുകൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേ സമയത്ത് ഈ ഡയാലിസിസ് സെൻ്റർ ഇല്ലാതാക്കാനുള്ള വഴിയെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ആര് ചെയ്യേണ്ടത്? ഈ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ലോകാവസാനം വരെ ഈ നിലക്ക് പോയാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരിക്കും എന്ത്? ഡയാലിസിസ് സെൻ്ററുകൾ. അപ്പം നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോയത്. പക്ഷേ ഇതിന് ത്യാഗം വേണം. ത്യാഗം വേണം. ഒരാൾക്ക് വസ്ത്രമില്ലാന്ന് കാണുമ്പോൾ താൻ വസ്ത്രം ഉപേക്ഷിക്കുക. ഒരു വീട്ടിൽ തൻ്റെ രാജ്യത്തെ മക്കൾ, അവർക്ക് 3 കോടി ഒരേ സമയത്ത് പുറത്തിറങ്ങാൻ വീട്ടിൽ വസ്ത്രമില്ല. പിന്നെ എൻ്റെ രാജ്യത്തിലെ മക്കൾക്കില്ലാത്ത വസ്ത്രം എനിക്ക് വേണ്ട. അപ്പോൾ ജീവിതത്തിൽ സ്വാംശീകരിക്കണം ഒരു മനുഷ്യൻ. ഇതാണ് ഞാൻ ഗാന്ധിജി. ഇതൊന്നുമല്ല, ഗാന്ധിജി ഒരു അത്ഭുതമാണ്. 100% അത്ഭുതമാണ്. വിദേശ മില്ലുകളിൽ നിന്നാണ് അന്ന് വസ്ത്രം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിന് വലിയ വില കൊടുക്കണം. ആ വില കൊടുക്കാൻ നമ്മളെ രാജ്യത്തെ മക്കൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? തൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി ഖാദി സമ്പ്രദായം ആരംഭിക്കുകയും ചെയ്തു. ഇനി ഖാദി നാട്ടിലാകെ നടപ്പിലാക്കിയിട്ട് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വസ്ത്രം കിട്ടാതെ ഞാൻ വസ്ത്രം ധരിക്കില്ല എന്ന് തീരുമാനിച്ചു. ചെറിയൊരു വസ്ത്രം, നാണമറക്കാനുള്ള വസ്ത്രം. അപ്പം സ്വന്തം കാര്യങ്ങൾ തൻ്റെ ഒരിക്കലും ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാപ്പു നിങ്ങൾ എന്താണ് ഒരു കുർത്ത ധരിക്കാത്തത്? അപ്പോൾ കുട്ടിയോട് തമാശ പറഞ്ഞു, മോനെ ഞാനൊരു സാധുവല്ലേ, എനിക്ക് ഇവിടുന്ന് കുർത്ത വാങ്ങാനുള്ള, നിങ്ങൾക്കൊരു കുർത്ത ധരിച്ചൂടെ ബാപ്പു എന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ട് ഗാന്ധിജിയോട്. അപ്പോൾ സ്നേഹമസരണമായി ആർക്കും സംസാരിക്കാനുള്ള, ഏത് കുട്ടികൾക്കും സംസാരിക്കാനുള്ള ഒരാളാണ് ഗാന്ധിജി. അപ്പോൾ ബാപ്പുജി അതിന് മറുപടി പറയാം, എനിക്ക് മക്കളെ ഒരു കുർത്ത വാങ്ങാനുള്ള പൈസ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ കുർത്ത വാങ്ങാം? അപ്പോൾ പറഞ്ഞു ബാപ്പുവിൻ്റെ പേരിൽ വിഷമിക്കണ്ട, എൻ്റെ അമ്മയ്ക്ക് നല്ലപോലെ കുർത്ത തുന്നാൻ അറിയാം, ഞാൻ ബാപ്പുവിന് കുർത്ത തുന്നിത്തരാൻ വേണ്ടി പറയാം. പിന്നെ 1 2 3 എത്രയാണ് ബാപ്പുവിന് കുർത്ത വേണ്ടത് അത് പറഞ്ഞോളൂ, ഞാൻ കുർത്ത തുന്നിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി കുട്ടിയോട് ചോദിച്ചു, മോനെ അതിന് ഞാൻ ഈ രാജ്യത്ത് ഒറ്റക്കല്ലല്ലോ, എൻ്റെ രാജ്യത്ത് കോടിക്കണക്കിന് 40 കോടി ജനങ്ങളില്ലേ, അവരിൽ വലിയൊരു ഭൂരിപക്ഷവും കുർത്ത ധരിക്കുന്നില്ല, വസ്ത്രം ധരിക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം 2 3 4 കുർത്തയൊക്കെ തുന്നിത്തരാൻ കഴിയും, 40 കോടി കുർത്തകൾ തുന്നിത്തരാൻ എൻ്റെ അമ്മക്ക് കഴിയില്ലല്ലോ മോനെ. അപ്പോൾ പിന്നെ ഞാനായിട്ട് അവർക്കില്ലാത്തത്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സ്. ആ കുട്ടിയെ ചിന്തിപ്പിച്ചു. അതായത് തനിക്ക് കിട്ടുമെന്ന് കണ്ടിട്ട് അത് ഉപേക്ഷിച്ചു, എനിക്കത് വേണ്ട. ഇത് ചിന്തിക്കി. 1931 2ാം വട്ടമേശ സമ്മേളനത്തിന് പോയപ്പോൾ കോട്ടോ സൂട്ടോ ധരിക്കാൻ തയ്യാറായില്ല. ഇതിനൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടോ? തണുപ്പിലൂടെ 0 ഡിഗ്രിയിലൊക്കെ ഉള്ള തണുപ്പിലൂടെ ഗാന്ധിജി നടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പ്രഭാത സവാരിയ. അതായത് 0 പോയിന്റിലൊക്കെയാണ് ആ സമയത്ത്. മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിൽ അത്രയും തണുത്തുറഞ്ഞു പോയ ഒരു സന്ദർഭത്തിൽ നടക്കുകയാണ്. തൊട്ടടുത്ത് വിൻസൻ ചർച്ചിലുണ്ട്. ചർച്ചിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ടുണ്ട്. ഹാഫ് നൈക്ഡ് ഫക്കീർ എന്ന് പരിഹസിച്ചു. ആരെ? ഗാന്ധിജിയെ. ആര്? വിൻസൻ ചർച്ചിൽ. ചർച്ചിലാണെന്ന് എന്താ പറയുക, ഏറ്റവും വലിയ ബ്രിട്ടീഷ് സമൂഹം കണ്ട ഏറ്റവും മഹാനായ പ്രധാനമന്ത്രി എന്ന് അവർ പറയുന്ന ആളാണ് വിൻസൻ ചർച്ചിൽ. അപ്പോൾ ചർച്ചിൽ ഗാന്ധിജിയെ കളിയാക്കി. എന്നിട്ട് പോലും വസ്ത്രം ധരിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ആ അതിശക്തമായ തണുപ്പ്, ആ തണുപ്പിലും ഗാന്ധിജി വസ്ത്രം ധരിക്കാതെ നടന്നു. അതായത് 1931 ഡിസംബറിലാണ് മടങ്ങുന്നത്. സെപ്റ്റംബർ 12 മുതൽ ഡിസംബർ 5 വരെയാണ് ഈ 2ാം വട്ടമേശ സമ്മേളന കാലഘട്ടത്തിൽ അവിടെ ലണ്ടനിൽ താമസിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പോലും തൻ്റെ ഈ ഒരു രീതിയെ മാറ്റാൻ ഗാന്ധിജി ഒരിക്കലും തയ്യാറായില്ല. എന്തുകൊണ്ട്? ലക്ഷലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകൾക്ക് നാണം മറക്കാനില്ലാത്ത ഒരു നാട്ടിൽ തനിക്കത് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിരാവിലെ പോലും, ഏറ്റവും ശക്തമായ തണുപ്പുള്ള അതിരാവിലെ പോലും അത്
മാറ്റാൻ, ആ രീതി മാറ്റാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല എന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? ഈ മനുഷ്യൻ താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അപ്രകാരം തന്നെ പകർത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു എന്നത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ ഗാന്ധിജി സ്വാശ്രയത്വം പഠിപ്പിച്ചു. വിദേശ വിപണിയോടുള്ള ആശ്രയത്വം വേണ്ട, അത് ബ്രേക്ക് ചെയ്തു. എക്കണോമിക് ഡിപ്പെൻഡൻസിയെ, അതായത് ഒരു ബ്രേക്കിംഗ് എക്കണോമിക് ഡിപ്പെൻഡൻസി, അതായത് മറ്റുള്ളവരുടെ വിദേശികളുടെ അവരോട് നമ്മളുടെ ആശ്രയത്വം നമ്മൾ അവസാനിപ്പിച്ച് നമ്മളെ തന്നെ ആശ്രയിക്കുക എന്ന ഒരു അടിസ്ഥാനം, അത് വല്ലാത്തൊരു അടിസ്ഥാനമാണ്. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ മാറ്റിമറിക്കാൻ സത്യത്തിൽ ഖാദി വ്യവസായത്തിന് പിൽക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതോടുകൂടെ ബ്രിട്ടൻ തകരുകയും ചെയ്തു ഒരു നിലക്ക്. എന്തുകൊണ്ട്? ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പരുത്തി വാങ്ങിക്കൊണ്ടുപോയി തുന്നി വലിയ വിലക്ക് വിൽക്കുന്നതായിരുന്നു ബ്രിട്ടൻ്റെ വലിയ ഒരു ലാഭം. അത് ബ്രിട്ടൻ അവസാനിച്ചു. അതായത് ബ്രിട്ടന് പിന്നെ അത് മുഴുവനും അത് വല്ലാത്തൊരു സമരമാണ്. എന്ത് ചെയ്തു? ഉള്ള വസ്ത്രം ഉപയോഗിച്ചോളൂ മാത്രമല്ല, ആ ഉള്ള വസ്ത്രങ്ങളെ തീയിലിട്ടു. എന്നിട്ട് സ്വദേശികൾ തന്നെ സ്വന്തം വസ്ത്രങ്ങൾ തുന്നി ഉണ്ടാക്കിയിട്ട് വിദേശികളുടെ വസ്ത്രം തീയിലിട്ടു, കരിച്ചു. ഇനി അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് തന്നെ. അപ്പൊ ആ സ്വന്തം ജനങ്ങളെ എന്ത് ചെയ്തു? വിദേശ തുണിത്തരങ്ങൾ ബഹിഷ്കരിച്ച് സ്വന്തമായി ചർക്ക ഉപയോഗിച്ച് ഖാദി നെയ്താൽ ബ്രിട്ടന്റെ സാമ്പത്തിക അടിത്തറ തകരുമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഖാദി ധരിക്കുക എന്നാൽ ബ്രിട്ടന്റെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കലാണെന്നും അതിലൂടെ നമ്മുടെ ഗ്രാമീണർ സ്വന്തം കാലിൽ നിൽക്കുമെന്നും ഗാന്ധിജി പഠിപ്പിച്ചു. അങ്ങനെ ഖാദി വ്യവസായം തടച്ചു വളർന്നു. ഇന്ത്യ സ്വയം പര്യാപ്തമായി. എന്ന് മാത്രമല്ല, ഭാരതത്തിലെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ബ്രിട്ടീഷ് അധിനിവേശം കാരണം ഇന്ത്യയിലെ പരമ്പരാഗത കൈത്തറി തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. കാരണം പരുത്തി അവർ വാങ്ങിക്കൊണ്ടുപോകും, ഇവിടെ അവർക്ക് തൊഴിലില്ല, അവരെ വസ്ത്രമാണ് വാങ്ങുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് വീണ്ടും തൊഴിൽ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, ആ തൊഴിൽ ഗ്രാമാന്തരങ്ങളിൽ എല്ലാവരും പഠിക്കാൻ തയ്യാറായി. അപ്പോൾ ഒരു ഗ്രാമത്തിന് വേണ്ട തൊഴിൽ എന്ത് ചെയ്യും? വസ്ത്രം ആ ഗ്രാമത്തിൽ നെയ്തെടുക്കും. അപ്പം ചെലവ് കുറവ്, വരുമാനം കൂടി, പുതിയ ഒരു വ്യവസായം ഉണ്ടായി. ഓരോ നാട്ടിലും വ്യവസായശാലകൾ. കാരണം വസ്ത്രം മനുഷ്യന് എപ്പോഴും വേണ്ടി വരുമല്ലോ. അപ്പോൾ കുറഞ്ഞ വിലക്ക് വസ്ത്രം കിട്ടും. ആ നാട്ടിൽ ധാരാളം തൊഴിലാളികൾ, പരുത്തി നൂലാക്കണം, നൂല് വസ്ത്രമാക്കണം, അങ്ങനെ പല പണിയും. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഖാദി വ്യവസായം തുടങ്ങുന്നതോടുകൂടെ എന്തുണ്ടായി? ആ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ടായി? തൊഴിലുണ്ടായി. ആ ഗ്രാമത്തിൽ തന്നെ സാമ്പത്തിക ഒരു എക്കണോമിക്കൽ സ്വയം പര്യാപ്തത വന്നു. ഇതൊക്കെ ഗാന്ധിജിയുടെ വല്ലാത്ത കണ്ടെത്തലാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടായി. ഗ്രാമസ്വരാജ്, ഓരോ ഗ്രാമവും സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനും ഭരണം നടത്താനും ഭക്ഷണം, വസ്ത്രം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കാനും പര്യാപ്തമായിരിക്കണം. അതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഗ്രാമം. അതായത് എന്ത് ഉപരോധമോ പ്രതിരോധമോ എന്തുണ്ടായാലും ഒരു ഗ്രാമത്തിൽ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ കുഴങ്ങാൻ പാടില്ല. അവിടെ നിന്നൊക്കെ നമ്മൾ പുറകോട്ട് പോയി. ഇപ്പോൾ കേരളീയരായ നമ്മളോട് പറയാൻ തന്നെ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ ഈ സാധനങ്ങളൊന്നും സ്വയം നിർമ്മിക്കുന്നേ ഇല്ല, നമുക്ക് സ്വയം കൃഷിയില്ല. ഞാൻ സ്വപ്നം കാണുന്നത് ഒരു ഗ്രാമം സ്വയം പര്യാപ്തമായിരിക്കണം. അതായത് എന്ത് ബന്ധു വന്നാലും ആ ഗ്രാമത്തിൽ കിട്ടാതിരിക്കരുത്. ഒരു അന്നത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ ഒരു ഗ്രാമം പുറത്തേക്ക് പോകരുത്. അതാണ് ഞാൻ കാണുന്ന ഗ്രാമസ്വരാജ്. ഓരോ ഗ്രാമവും ഗ്രാമസ്വരാജ് ഒരു സ്വന്തം രാജ്യമായിരിക്കണം. അതാണ് ഗ്രാമസ്വരാജ്. ഇതാര് ഉയർത്തിക്കൊണ്ടുവന്നതാണ്? ഗാന്ധിജി. വിദേശി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് തദ്ദേശീയരായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. നാട്ടിൽ തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും ഇത് സഹായിക്കും. ഖാദിയും ചർക്കയും ഗാന്ധിജി ചർക്കയെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രതീകമായി കണ്ടു. വസ്ത്രങ്ങൾ നെയ്യുന്നത് ഗ്രാമത്തിനെ സാമ്പത്തികമായി സ്വതന്ത്രമാക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓരോരുത്തരും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. മാനസിക അധ്വാനവും ശാരീരിക അധ്വാനവും ഒരുപോലെയാണെന്ന് ശാരീരിക തൊഴിൽ എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട്. അതായത് മനസ്സും ശരീരവും ശുദ്ധമാവും, തൊഴിലാവും, സന്തോഷമാവും. ഓരോ ബാക്ക് ടു റൂട്ട്സ്. ഇത് ഗാന്ധിജിയുടെ എല്ലാവരും സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് തിരിച്ചു പോവുക. നമ്മുടെ അടിസ്ഥാനത്തിലേക്ക്. ഇതൊക്കെ പരമ്പരാഗതമായി ആയിരക്കണക്കായ വർഷങ്ങളായി ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നവരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്ന് ഗാന്ധിജി സിദ്ധാന്തിച്ചു. ഓരോരുത്തരും ലളിത ജീവിതം നയിക്കുക. ഒന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പൂർണ്ണമായി എതിരായിരുന്നു ആര്? ഗാന്ധിജി. വളരെ ചിന്തിക്കണം. അലോപ്പതി മരുന്നിന് പൂർണ്ണമായി എതിരാണ്. അതായത് ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചു കസ്തൂർബ ഗാന്ധിക്ക്.
കൊടുത്തില്ല. ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്താൽ കസ്തൂർബയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞു. അത് ബ്രിട്ടീഷുകാരെ ഗുളികയാണ്, അത് ഇംഗ്ലീഷുകാരാണ്, അത് അലോപ്പതിയാണ്, അത് എൻ്റെ രാജ്യത്തിൻ്റെ അല്ല. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ എന്തും ചൂഷണമാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. എൻ്റെ ഈ പുസ്തകത്തിൽ ആ സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. സാത്താൻ്റെ നവലോകക്രമം എന്ന ഈ പുസ്തകം വായിക്കണം, നിർബന്ധമായി നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. 1944 കസ്തൂർബ ഗാന്ധി മരിക്കുന്നത്. മയ്യത്തിൻ്റെ അടുക്കൽ ഗാന്ധിജി ഇരിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. മയ്യത്തിൻ്റെ അടുത്ത് ഗാന്ധിജി ഇരിക്കാം. 1944 എത്രത്തോളം എന്നാൽ പിന്നീട് ഇതിനെപ്പറ്റി ലോകത്ത് ചർച്ചകൾ നടന്നെന്ന് മാത്രമല്ല, കസ്തൂർബയെ ഗാന്ധിജി കൊന്നതാണെന്ന് വിദേശ എഴുത്തുകാരെഴുതി. അതൊക്കെ ഗാന്ധിജി സഹിച്ചു. എന്നാലും എന്തു കൊടുക്കാൻ സമ്മതിച്ചില്ല? ഒരു അലോപ്പതി മരുന്ന് കൊടുക്കാൻ സമ്മതിച്ചില്ല. അലോപ്പതിക്ക് പൂർണ്ണത്തിലാണ്, അത് എൻ്റെ രാജ്യത്തിൻ്റെ അല്ല, അതെനിക്ക് വേണ്ട, അതിൽ നഷ്ടം ഉണ്ടാവുള്ളൂ. അവരുടെ ലക്ഷ്യം സാമ്പത്തിക ചൂഷണമാണ്. എന്ന് മാത്രമല്ല ഔഷധമില്ലാത്ത മരുന്നാണ് എന്ത് അലോപ്പതി, അതിൽ ഔഷധമില്ല. ഇത് പറഞ്ഞാൽ ഇനി നമ്മൾ ആളുകൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഈ പുസ്തകത്തിലെങ്കിലും ഇതൊന്ന് വായിക്കും. അലോപ്പതിക്ക് പൂർണ്ണമായി, ഇംഗ്ലീഷ് മരുന്നിന് പൂർണ്ണമായി ഗാന്ധിജി എതിരായിരുന്നു, പൂർണ്ണമായി. ഈ ബ്രിട്ടീഷുകാരുടെ ആധുനിക ചൂഷക അധിനിവേശ ചികിത്സാ രീതികൾക്കെതിരെ ശബ്ദമുയർത്തുകയും തൻ്റെ അണികളെ ബോധവൽക്കരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഗാന്ധിജി. തൻ്റെ ഭാര്യ കസ്തൂർബ ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോഴും അവർക്ക് ആൻറ്റിബയോട്ടിക് മരുന്നായ പെൻസിലിൻ നൽകുന്നത് ഗാന്ധിജി വിസമ്മതിച്ചു. ബഹുമാന്യ വനിതയായ കസ്തൂർബയുടെ മരണത്തിന് ഇതുപോലും ഗാന്ധിജിയാണ് കാരണക്കാരനെന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്ന പാശ്ചാത്യ നവലോക ക്രമത്തിൻ്റെ ചരിത്രകാരന്മാർ എഴുതി. പലരും എഴുതി. ദി സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദി എൻഡ് ഓഫ് ദി ആൻ എംപയർ എന്നൊരു പുസ്തകമുണ്ട്. എന്താ പറയുക, അലക്സ് വോണ്ടാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഇതിൽ കൊലപാതകിയാണ് ആര്? ഈ കസ്തൂർബയുടെ കൊന്നത് യഥാർത്ഥത്തിൽ ഗാന്ധിജിയാണ് എന്ന് ഈ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീക്രട്ട് ഹിസ്റ്ററി, ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദ എൻഡ് ഓഫ് ആൻ എംപയർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അലൻ വോണ്ടറാണ് ആ പുസ്തകം. എൻ്റെ 8ാം ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകത്തിൽ ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആധുനികതയുടെ ഇംഗ്ലീഷുകാരുടെ ചൂഷണത്തിൻ്റെ പല മാതൃകകളും പുതിയ ആധുനിക ലോകത്തിൻ്റെ അതിൽ ഏറ്റവും വലിയൊരു സംഗതിയാണ് അലോപ്പതി. 1000 കോടിയിലേറെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ. ആര്? അമേരിക്കൻ മരുന്ന് കമ്പനികൾ, മെഡിക്കൽ കമ്പനികൾ. ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ചില്ലറ സമയത്തിനുള്ളിൽ 1000 കോടിയിലേറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോടും പരിസരത്തും. എന്തുകൊണ്ട്? ഇത് അതിനിടയിലൊന്ന് അമേരിക്കൻ കമ്പനികൾക്ക് ഇതിനിടയിൽ നാടില്ലേ? എന്തുകൊണ്ട്? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അലോപ്പതി ചെലവാകുന്നത്, അലോപ്പതി ഗുളിക. ഇപ്പം ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു രോഗി വന്നാൽ പിന്നെ പ്രധാനപ്പെട്ട രോഗമാണെങ്കിൽ ആദ്യം ചോദിക്കുക ഇൻഷൂർ ഉണ്ടോയെന്ന് ചോദിക്കും ആശുപത്രിയിൽ. ഇൻഷൂർ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ഇൻഷൂറുണ്ട് വലിച്ചെഴുതും എന്ത് ഗുളിക. കാരണം ഇയാളെ പോക്കറ്റിലേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എവിടെ നിർത്താൻ മതി? സർക്കാർ ഖജനാവിൽ നിന്ന്. അതിനോടുകൂടെ സർക്കാർ ഖജനാവിൻ്റെ ഒരു ഭാഗം തൊലയുക, 2/3 ഭാഗം ആവശ്യമില്ലാത്ത മരുന്ന് മുഴുവൻ ഇയാളെ കൊണ്ട് തീറ്റിക്കുക. ഇതിൽ ഔഷധം എന്നത് അശേഷമില്ല, ഔഷധം എന്നത് അശേഷമില്ല ഇംഗ്ലീഷ് മരുന്നിൽ. ഇതിന് അപ്പം നിങ്ങൾ ചിന്തിക്കണം, നമ്മളിപ്പോൾ ഗാന്ധിജിയുടെ ആളുകളാണെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങളെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ നമ്മളെ പ്രശ്നം പരിഹരിക്കൂ. ഇനി ആ ഒരു ചിന്ത നമ്മളെ മനസ്സിലില്ല. നമ്മളെ ആചാര്യന്മാരെ നമ്മൾ വിസ്മരിച്ചു. ഇന്നിപ്പോൾ ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? പറ, ഏറ്റവും നല്ല ഡോക്ടർ ആരാ? ഏറ്റവും കൂടുതൽ ഗുളിക എഴുതുന്ന ആള്. ഒരു പെൻസിൽ മനസ്സിലായില്ല, ഒരു ചെറിയ മരുന്ന്, ഒരു എന്താ പറയുക, ആൻറ്റിബയോട്ടിക് കൊടുത്താൽ കസ്തൂർബ എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ പറഞ്ഞിട്ട് വേണ്ട, അത് കൊടുക്കരുത്. പിന്നീട് അവർ ആക്ഷേപിച്ചു ഭാര്യയെ കൊന്നതാണ്. അതിന് അദ്ദേഹം പ്രധാനപ്പെട്ട കാരണം അലോപ്പതി മരുന്നിൽ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ ചികിത്സിക്കുന്നില്ല എന്നാണ് ഗാന്ധിയൻ സിദ്ധാന്തം. ആധുനിക മരുന്നുകൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ താൽക്കാലികമായി അടിച്ചമർത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. തെറ്റായ ജീവിതശൈലിയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് രോഗകാരണം.
അതിനെ ഇംഗ്ലീഷ് മരുന്ന് നൽകി മാറ്റുന്ന ശരീരത്തെ വീണ്ടും ദുർബലമാക്കും. ഔഷധം കയറ്റണില്ല, തൽക്കാലം എന്ത് ചെയ്യാണ്? ഒന്ന് ലക്ഷണത്തെ തൽക്കാലം ഒന്ന് ഇല്ലാതാക്കുക, ഒന്ന് അടിച്ചമർത്തുക. അത്രയേ ഇംഗ്ലീഷ് മരുന്നുകളിലുള്ളൂ. അത് മനുഷ്യനെ വീണ്ടും അശ്രദ്ധനാക്കും. ഒരു വ്യക്തി ഭക്ഷണം കഴിച്ച് ദഹനക്കേട് ഉണ്ടാവുമ്പോൾ, ദഹനക്കേട് കണ്ടാൽ എന്താ ചെയ്യുക? ഒരു ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൽ ആ ദഹനക്കേട് മാറും. അപ്പോൾ പിന്നെയും തിന്നും. സത്യത്തിൽ ഈ ദഹനക്കേടിന് പരിഹാരം ഉണ്ടാവുന്നവരെ തിന്നാതെ ഇരുന്നാൽ മതി, പ്രശ്നം പരിഹരിക്കും. അതിന് അതിൻ്റെതായ ഔഷധങ്ങളുണ്ട്. ഔഷധങ്ങൾ ഭാരതീയ ആചാര്യന്മാർ പഠിപ്പിച്ച ഔഷധങ്ങളുണ്ട്. ആ ഔഷധങ്ങളായ ഭക്ഷണക്രമത്തിൽ കൂട്ടിയ പരിഹാരം ഉണ്ടാവും. അതൊന്നും ചെയ്യാതെ ഇംഗ്ലീഷ് ഗുളികകളെയും ആശ്രയിക്കുമ്പോൾ ഒന്ന് തൻ്റെ ശരീരത്തോട് അവൻ ദ്രോഹം ചെയ്യും, വീണ്ടും ദ്രോഹം ചെയ്യാൻ അവൻ അതുവഴി കാരണമാവുകയും ചെയ്യും. ഇത്തരം ഇംഗ്ലീഷ് മരുന്നുകൾ ഉള്ളതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ശരീരത്തോടും പ്രകൃതിയോടുമുള്ള ഉത്തരവാദിത്തം മറക്കുന്നു. ഒന്ന്, പാശ്ചാത്യ മരുന്നുകൾ നിർമ്മിക്കാൻ മൃഗങ്ങളിൽ ക്രൂരമായ പരീക്ഷണം നടത്തുന്നു. അതൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അനാവശ്യമായ ചില മൃഗങ്ങളുടെ മാംസങ്ങൾ, മദ്യം, അതെല്ലാം പല ഇംഗ്ലീഷ് മരുന്ന് കൂട്ടിലും അവരടക്കിയിട്ടുണ്ട്. അത് ഒരു ധർമ്മത്തിനും മറ്റും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് യോജിച്ചതല്ല. മാത്രമല്ല, ഇംഗ്ലീഷ് മരുന്ന് കമ്പനികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ചൂഷണം മാത്രമാണ്. അതൊരിക്കലും അത് ചൂഷണശാസ്ത്രമാണ്. അലോപ്പതി ഒരു ചൂഷണശാസ്ത്രമാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അതുകൊണ്ട് ഒരു നിലക്കും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഈ വൈദ്യശാസ്ത്രം ഭൗതികവാദത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ മരുന്ന് കണ്ടുപിടിച്ചവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഭാരതീയരാണ്. നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവവിശ്വാസമാണ്. ഇതൊക്കെ ഗാന്ധിജിയുടെ കണ്ടെത്തലാണ്. ഇനി നിങ്ങൾ പറയും, ഇങ്ങനെ ഒരാൾ ആരാണ് വേറൊരാളുള്ളത്? ഇതെല്ലാം ആ മനുഷ്യൻ മാറ്റി. എല്ലാം ലളിതമായ ജീവിതത്തിന് മാതൃകകൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരൊറ്റ മുണ്ട് മാത്രം, വിദേശ വസ്ത്രങ്ങളും ആഡംബര കുപ്പായങ്ങളും ഉപേക്ഷിച്ചു, ചെലവ് കുറച്ചു. ഇന്ത്യയിലെ ദരിദ്ര ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മരണം വരെ ഒരു ധോത്തി മാത്രം ധരിച്ചു. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കൈകൊണ്ട് ചർക്കയിൽ നൂറ്റ വസ്ത്രങ്ങൾ മാത്രം അദ്ദേഹം നൂറ്റെടുത്തത് അദ്ദേഹം ധരിച്ചു. വില കൂടിയ വിഭവങ്ങളോ മസാലകളോ അദ്ദേഹം കഴിച്ചില്ല. എന്തു കിട്ടുമായിരുന്നു, പക്ഷെ കഴിച്ചില്ല. വേവിച്ച പച്ചക്കറികൾ, പഴങ്ങൾ, ആട്ടിൻപാൽ, ഇത് മാത്രമാണ് ഗാന്ധിജിയുടെ മരണം വരെയുള്ള ഭക്ഷണം. രുചിയേക്കാൾ ശരീരത്തിന് നിലനിൽപ്പിന് വേണ്ടി ലളിതമായ ആഹാരത്തിനാണ് മുൻഗണന നൽകേണ്ടത്. ആരോഗ്യം നിലനിൽക്കാനുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതായത് ഇന്നത്തെ നേച്ചുറോപ്പതി പഠിപ്പിക്കുന്ന ഭക്ഷണക്രമങ്ങൾ, അതാണ് ആര് ശീലിച്ചത്? ഗാന്ധിജി. കൊട്ടാര സദൃശമായ വീടുകൾക്ക് പകരം സബർമതി സേവാഗ്രാം ആശ്രമങ്ങളിലെ ചെറിയ മൺകുടികളിലാണ് മരണം വരെ അദ്ദേഹം താമസിച്ചത്. മരണസമയത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് ഒരു ജോഡി ചെരുപ്പ്, ഒരു കണ്ണട, ഒരു വാച്ച്, ഒരു പാത്രം, കുറച്ച് പുസ്തകം. അതാണ് ആകെ അനന്തര സമ്പത്ത്, ഗാന്ധിജിയുടെ സ്വത്ത്. മരിക്കുമ്പോൾ ഈ മനുഷ്യനുണ്ടായിരുന്നത് അതൊക്കെ വലിയ മനുഷ്യന്മാരുടെ അടയാളമാണ്. അവർക്കൊന്നും ഉണ്ടാവില്ല. വലിയ മനുഷ്യന്മാരുടെ ജീവിതം. ഗാന്ധിജി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു ജോഡി ചെരുപ്പ്, രണ്ടില്ല ഉപയോഗിക്കുന്ന ഒരു ജോഡി ചെരുപ്പ്, പിന്നെ ഒരു കണ്ണട. ഗാന്ധിജിയുടെ കണ്ടില്ല, ആ റൗണ്ടിലുള്ള കണ്ണട, അതൊരു കണ്ണട. പിന്നെ ഒരു വാച്ച്, ഒരു പാത്രം, കഴിക്കാവുന്ന ഒരു ഭക്ഷണം കിട്ടി കഴിക്കാവുന്ന ഒരു പാത്രം, പിന്നെ കുറച്ച് പുസ്തകങ്ങളും മാത്രം. വേറെ ഒന്നുമില്ല. കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് തൃപ്തിപ്പെട്ടു. മറ്റു ഗാന്ധിജിയുടെ പ്രത്യേകത എന്താണെന്നൊരു സ്വയം വൃത്തിയാക്കൽ. തൻ്റെ താമസ സ്ഥലം, ശുചിമുറി, കക്കൂസ്, കുളിമുറി എല്ലാം അദ്ദേഹം തന്നെ വൃത്തിയാക്കും. അതായത് സബർമതിയിലും സേവാഗ്രാമിലും ഒക്കെ ഗാന്ധിജി ഉണ്ടെങ്കിൽ അവിടുത്തെ കക്കൂസൊക്കെ ആര് വൃത്തിയാക്കും? ഗാന്ധി. പിന്നെ വലിയ വരേണ്യവർഗത്തിന് അവിടെ മടിച്ചിക്കേണ്ട പ്രശ്നമില്ല, ഗാന്ധിജി തന്നെ ചെയ്യും. പിന്നെ വലിയ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടും 3ാം ക്ലാസ് ട്രെയിനിൽ മാത്രമാണ് ഗാന്ധിജി യാത്ര ചെയ്തത് മരണം വരെ. ഒരിക്കലും അദ്ദേഹത്തോട് 3ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ 3ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നത്? അപ്പോൾ പറയും, ഇന്ത്യയിൽ 4ാം ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യയിലാകെ ട്രെയിനിന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്സേ ഉള്ളൂ. 4th ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 4th യാത്ര ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ടാണ് 3ാം ക്ലാസ്, തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് എൻ്റെ രാജ്യത്തെ ട്രെയിനിൽ എന്തേ ഉള്ളൂ, തേർഡ് ക്ലാസ്സേ ഉള്ളൂ. 4th ക്ലാസ് ഉണ്ടായ ഞാൻ 4th യാത്ര ചെയ്യുക എന്ന്. പിന്നെ മിക്കവാറും ഒക്കെ കാൽനടയായിട്ടാണ്. ദണ്ഡിയിലൊക്കെ 385 കിലോമീറ്ററാണ് ദണ്ഡിയിലേക്ക് സബർമതിയിൽ നിന്ന് നടക്കുന്നത്. ഗ്രാമങ്ങൾ അടുത്തറിയുക, പലപ്പോഴും നടക്കുക, ഇറങ്ങി നടക്കുക. ഏത് പ്രശ്നം, ഏത് കലാപം നടക്കുകയാണെങ്കിൽ ഗാന്ധിജി ഇറങ്ങി നടക്കും. ഏത് പ്രശ്നവും.
പിന്നെ സ്വർണ്ണാഭരണങ്ങൾ, സമ്മാനങ്ങൾ നിരസിച്ചു, സ്വീകരിച്ചില്ല. ഒരു ഉദാഹരണം, 1914 തിരിച്ചു വരുന്നത്. എവിടുന്ന്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് 1914. അങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരെല്ലാവരും കൂടിയിട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങളും വിലപിടിപ്പുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വജ്രത്തിൻ്റെയൊക്കെ സമ്മാനങ്ങളൊക്കെ, കസ്തൂർബ ഗാന്ധിക്ക് ഒരു വില കൂടിയ മാല, ഇതെല്ലാം കൊടുത്തു. ഒറ്റൊന്നും ഗാന്ധിജി സ്വീകരിച്ചില്ല. ഇതിൽ കസ്തൂർബക്കും മക്കൾക്കും എതിരായിരുന്നു. മരണം വരെ ഇവർ ഗാന്ധിജിക്ക് എതിരാണ്. അതും പറയാം, മരണം വരെ കുടുംബ ഗാന്ധിജിക്കെതിരാണ്. കാരണം ഇവരൊക്കെ ഇത് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. വലിയ വില കൂടിയ മാല ഉണ്ടായിരുന്നു. ഒരു ആയുസിൽ ജീവിക്കാൻ മാത്രമുള്ള സ്വത്തുണ്ട്, അത് ഗാന്ധിജി സ്വീകരിക്കില്ല. അതായത് ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും സമ്മാനങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഗാന്ധിജിയുടെ വിശ്വാസം. പൊതുപ്രവർത്തകൻ അങ്ങനെ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മക്കൾ കസ്തൂർബയും മരണം വരെ ഹരിലാലെതിരാണ്. ആദ്യത്തെ മകനാണ് ഹരിലാൽ, മണിലാൽ, ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ മക്കൾ. ഈ മരണം വരെ ഈ മക്കളും ഹരിലാലും വലിയ എതിരാണ്. മരണം വരെ എൻ്റെ ജീവിതം തൊലച്ചു എന്നാണ് പറഞ്ഞത്. ആരെക്കുറിച്ച്? ഒരു രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ആ മനുഷ്യൻ്റെ മൂത്ത മകനെ എതിരാളിയാണ്. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ വിദേശത്ത് പോയി വലിയ കോളേജിൽ പഠിക്കണം വേണ്ടായിരുന്നു. അത് വേണ്ട. ഇതൊന്നും ആകാത്ത കാലത്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോകില്ല. കാരണം അവരുടെ എല്ലാം നമുക്ക് അന്യാണ്. അവർ ചൂഷകന്മാരാണ്. അവരുടെ വിദ്യാഭ്യാസം നമുക്ക് വേണ്ട. ജീവിക്കാൻ പഠിച്ചാൽ മതി, അതിന് വലിയ ബാരിസ്റ്റർ ആകേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എൻ്റെ ജീവിതം തൊലച്ചു എന്നാണ് അച്ഛനെ പറ്റി പറഞ്ഞത്. ആര് പറഞ്ഞത്? സ്വന്തം മകൻ പറഞ്ഞത്. മരണം വരെ മകനെതിരാണ്. ഭാര്യയുടെയും മക്കളുടെയും ശക്തമായ എതിർപ്പുകൾ മറികടന്ന് അദ്ദേഹം ആ ആഭരണങ്ങളെല്ലാം പൊതുസേവനത്തിലുള്ള ട്രസ്റ്റിലേക്ക് സംഭാവന ചെയ്തു. അത് കിട്ടുക പൊതുസേവനത്തിലുള്ള ട്രസ്റ്റിന് കൊടുത്തു. വേണ്ട, ഒന്ന് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. ദക്ഷിണാഫ്രിക്കയിൽ ഉയർന്ന വരുമാനത്തിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അലക്കുകാരൻ തുണി അലക്കാൻ വേണ്ടി വലിയ വില ഈടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അലക്കം കൊടുക്കൽ അവസാനിപ്പിച്ചു. പിന്നെ സ്വയം അലക്കാൻ പഠിച്ചു. പിന്നെ സ്വയം അലക്കി. മരണം വരെ സ്വയം അലക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ, ഞാൻ പറയാം, ലോകത്ത് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന വക്കീലാണ് ഈ മനുഷ്യൻ. കോടാനക്കോടി ഡോളർ ഉണ്ടാക്കാം. ആ മനുഷ്യനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അതായത് അലക്കുകാരന് വലിയ വില കൊടുക്കേണ്ടി വന്നപ്പോൾ അലക്കുകാരനെ സൗമ്യമായി തിരിച്ചയച്ചു. പിന്നെ എന്ത് ചെയ്തു? സ്വയം അലക്കി. അത് പഠിച്ചു. മരണം വരെ സ്വയം അലക്കാണ്. ഒരിക്കൽ ബാർബർ എന്ത് ചെയ്തു? ഒരു വെള്ളക്കാരനായ ബാർബർ ഗാന്ധിജിയുടെ മുടി വെട്ടാൻ സമ്മതിച്ചു. പിന്നെ ഗാന്ധിജി മുടി എന്ത് ചെയ്യും? സ്വയം വെട്ടു. സ്വയം മുടി വെട്ടിയിട്ട് പിന്നെ കോടതി ചെന്നപ്പോൾ കൂടെയുള്ള വക്കീൽമാർ കളിയാക്കി. സ്വന്തം മുടി ആദ്യമായിട്ട് വെട്ടുന്ന സമയത്ത് സ്വാഭാവികമായും എന്ത്, അതൊരു എലി പപ്പടം കടിച്ചതുപോലെ ആവുമല്ലോ, അത് ഉറപ്പന്നല്ലേ. കൂടെയുള്ള വക്കീൽമാരൊക്കെ കളിയാക്കി. ആ കളിയാക്കൽ ഗാന്ധിജി സ്വീകരിച്ചു. ആയിക്കോട്ടെ, എന്നാലും ഇനി എന്തില്ല, മുടി വെട്ടാൻ വേണ്ടി വെള്ളക്കാരന് കൊടുക്കൂല, വെള്ളക്കാരന് മുടി വെട്ടാൻ കൊടുക്കൂല എന്ന് തീരുമാനിച്ചു. ഒരിക്കൽ സബർമതി സേവാഗ്രാം ആശ്രമത്തിലൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരിക്കൽ രാവിലെ ഗാന്ധിജിയുടെ എഴുതാൻ നോക്കുമ്പോൾ ഗാന്ധിജിയുടെ ചെറിയ ഒരു ചെറിയ പെൻസിൽ കാണാനില്ലാതെയായി. അതിനുവേണ്ടി തിരഞ്ഞപ്പോൾ സേവാഗ്രാം ആശ്രമത്തിലെ മറ്റാളുകൾ വലിയ പെൻസിൽ കൊണ്ടേ കൊടുത്തു. വാങ്ങിയില്ല. അതെൻ്റെ രാജ്യത്തിൻ്റെ ഒരു മുതലാണ്. എൻ്റെ രാജ്യത്തിൻ്റെ മുതലാണ് ഈ കാണുന്നതൊക്കെ. ഈ മുതൽ ഞാൻ സ്വീകരിച്ചാൽ രാജ്യത്തിന് അത് ഇനിയും എഴുതാനുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു മുതൽ നഷ്ടപ്പെടുത്തലാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? ഞാൻ നഷ്ടപ്പെടുത്തിയ ആ പെൻസിൽ കുറ്റി തന്നെ കിട്ടണം. അന്ന് വൈകുന്നേരം വരെ തിരഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. എന്നിട്ടാണ് എഴുതിയത്. എന്തിനാ മനസ്സിലായില്ല. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ അടിച്ചു വാരിയിരുന്നതിൽ എത്ര പെൻസിലുണ്ടാവും, എത്ര റോളി പെൻസിലുണ്ടാവും, എത്ര പെണ്ണുണ്ടാവും, എത്ര സത്യമാണോ അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവിലേക്ക് മടങ്ങിയത് ഇല്ലെങ്കിലും നമ്മൾ നന്നാവില്ലേ? ഒരു മനുഷ്യൻ ഇത്ര പോകുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ 50 പൈസ കൊടുത്താൽ ഒരു പെൻസിൽ ഇട്ടു. എന്തല്ലേ ഇതിപ്പോൾ ഏതാ കാലം? ഒരു 90 കൊല്ലം മുമ്പ്, ഒരു 90 കൊല്ലം മുമ്പാണ്, 85-90 കൊല്ലം മുമ്പാണ് ഒരു മനുഷ്യൻ ഇത്ര പോകുന്ന ഒരു പെൻസിലിൻ്റെ കുറ്റി ഇനിയും എഴുതാണ്ട് ഇനിയും അതിനെ പിടിച്ചെഴുതാൻ കഴിയും. അതെൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തിൽപ്പെട്ടതാണ്. അത് ഞാൻ നഷ്ടപ്പെട്ടാൽ അത് പിന്നെ എന്ത് ചെയ്യും? അത് നേരെ വേസ്റ്റിലേക്ക് പോകും. ആ രാജ്യത്ത് ആ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഏതാണ് ഈ സമ്പത്ത്? പറ, എന്ത്? ഒരു പെൻസിൽ കുറ്റി. അതും നഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ രാജ്യത്തിന്. ഇത് ദരിദ്രന്മാരുടെ ആളാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരാളെ പറയും.
ഒരു 300 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെ ലോകത്തിന് സന്ദേശം നൽകിയ ഒരു ഹിന്ദുവിൻ്റെയോ ഒരു കോമൺ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ ഒരാളെ പേര് പറയും. ഇതൊന്നല്ല. കവർ കത്തയച്ചു കഴിഞ്ഞാൽ ആ കത്ത് പിന്നെ നാശമാകാതെ പൊളിച്ചെടുത്തിട്ട് കത്ത് പിന്നെ കവറിലിട്ടിട്ട് കത്തയക്കുമ്പോൾ അത് വല്ലാതെ കേടാകാതെ എന്ത് ചെയ്യും? ഗാന്ധിജി അത് പൊളിച്ചെടുക്കും. എന്നിട്ട് അതിലുള്ള എടുത്ത് വായിക്കും. ആ എഴുത്തെടുത്ത് വായതിനു ശേഷം അത് വല്ലാതെ കീറാതെ പൊട്ടിച്ചിട്ട് നേരെ തിരിച്ചു മടക്കും. ഇനി വേറൊരാൾക്ക് അയക്കാൻ അതിൽ പശ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി സൂക്ഷിക്കാനും അത് ഉപയോഗിക്കാം. മനസ്സിലായില്ല? എന്ത് ഒരു കവറ്, ആ കവറിൻ്റെ ഒരു പുറം മാത്രമാണ് എൻ്റെ അഡ്രസ്സ് വെച്ച് അയാളെ ഫ്രബ് അഡ്രസ്സ് വെച്ച് എഴുതിയിട്ടുള്ളത്. ഇനി അത് മെല്ലെ കീട്ടി തിരിച്ചു മടക്കിയാൽ എന്താവാ? അങ്ങോട്ട് അയക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പും കുറിമാനും എഴുതിയേക്കാൻ, ഓർമ്മക്ക് വേണ്ടി കുറിപ്പ് എഴുതിയേക്കാനെങ്കിലും അത് പറ്റും. നമ്മളിപ്പോൾ ഇന്ന് കവർ എന്താ, ഒരു കവർ കിട്ടിയാൽ എന്താ ചെയ്യുക? ചിരിച്ചു മത്സരം. ഇത് തന്നെ ഒരിക്കൽ അമേരിക്കൻ ചരിത്രകാരനായ ലൂയി ഫിഷർ എഴുതിയ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി തീവണ്ടിക്ക് കയറുന്ന സമയത്ത് പിന്നെ ട്രാക്കിലേക്ക് ഒരു ചെരുപ്പ് വീണുപോയി. എത്ര ശ്രമിച്ചിട്ടും ആ ചെരുപ്പ് ഇങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. വണ്ടി വിട്ടപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് മറ്റുള്ള രണ്ടാമത്തെ ചെരുപ്പ്, തൻ്റെ കാലിലെ ചെരുപ്പ് ഊരി അവിടേക്ക് തന്നെ എറിഞ്ഞു. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ട്രാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു സാധുവായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെരുപ്പ് മാത്രമായാൽ അയാൾക്കതുകൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം അടുത്ത ചെരുപ്പ് അവിടെ തന്നെ ഇട്ടു. അപ്പോൾ അതിൻ്റെ തൊട്ട് പരിസരത്ത് അടുത്ത ചെരുപ്പ് കിടക്കുമ്പോൾ അയാൾക്കത് ആയുസ്സിൽ എമ്പാട് ഉപകരിക്കും. അപ്പോൾ എനിക്ക് ഉപകരിച്ചത് എൻ്റെ രാജ്യത്തെ ഞാൻ അഭിമുഖീകരിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉപകരിച്ചാൽ മതി. മനസ്സിലാണ്ട് പറഞ്ഞ ഇത് അങ്ങനത്തെ രീതി. ഒരു മനുഷ്യൻ ലണ്ടനിൽ പോയി നിയമപഠനം നടത്തിയ ഒരു ബാരിസ്റ്റർ ആക്കണമെന്ന് ഹരിലാലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമയങ്ങളിൽ 6 തവണ ജയിൽ വാസം അനുഷ്ഠിച്ച ആളാണ് ഹരിലാൽ. അന്ന് ഗാന്ധിജിയുടെ കൂടെ ഉണ്ട് ഹരിലാൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ജയിലിൽ കിടക്കുന്ന 4 വട്ട, എന്നാൽ ഹരിലാൽ ദക്ഷിണാഫ്രിക്കയിൽ ജയിലിൽ കിടക്കുന്ന 6 വട്ട. പക്ഷേ ഈ മകനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? ബാരിസ്റ്റർ ആണ്, ലണ്ടനിൽ പോയി പഠിക്കണം. അത് വേണ്ടാന്ന്. തൻ്റെ ഈ ത്യാഗങ്ങൾക്ക് പകരമായി ഈ അച്ഛൻ തന്നെ ലണ്ടനിൽ പഠിക്കാൻ അയക്കുമെന്ന് ഹരിലാൽ വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ജീവിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ പ്രാണജീവൻ മേത്ത ഒരു സ്കോളർഷിപ്പ് പരസ്യം ചെയ്തു. എന്താണ്? ആശ്രമത്തിൽ താമസിക്കുന്ന ഗാന്ധിജിയോടുകൂടെ ആശ്രമത്തിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ ലണ്ടനിൽ പോയി നിയമം പഠിക്കാൻ ബാരിസ്റ്റർ ആകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് ഒരു സ്കോളർഷിപ്പ് വിളംബരം നടത്തി ഈ പ്രാണജീവൻ മേത്ത എന്ന ഇന്ത്യക്കാരൻ. അപ്പോൾ ഇത് കസ്തൂർബ ഗാന്ധി അറിഞ്ഞപ്പോൾ കസ്തൂർബക്കും ഹരിലാലിനും ആഗ്രഹം ഉണ്ടായി. എന്ത്? ഗാന്ധിജിയുടെ സ്വന്തം മകനാണല്ലോ ഹരിലാൽ. ഹരിലാലിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഗാന്ധിജി പണം മുടക്കും വേണ്ട, അത് ആരെന്നെ മുടക്കും? ഈ സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾ മുടക്കുമല്ലോ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഹരിലാലിന് വാങ്ങിക്കൊടുക്കണമെന്ന് കസ്തൂർബ നിർബന്ധിച്ചു. ആരോട്? ഗാന്ധിജിയോട്. സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? അതിന് എൻ്റെ മകൻ അർഹനല്ല, അർഹനായ വേറൊരാളുണ്ടാവും, അയാളാണ് അത് ചെയ്യേണ്ടത് എന്ന്. സ്വന്തം മകനേക്കാൾ യോഗ്യതയും പാവപ്പെട്ടവനെ മറ്റൊരാൾക്ക് നൽകാനാണ് ഗാന്ധിജിക്ക് താല്പര്യമുണ്ടായത്. സ്വജനപക്ഷപാതം ജീവിതത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഗാന്ധിജിയെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ഹരിലാൽ ഗാന്ധി എ ലൈഫ് ബൈ ഹരിലാൽ ഗാന്ധി എ ലൈഫ് എന്നൊരു പുസ്തകമുണ്ട്. ചന്ദുലാലിനാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഹരിലാലിന് പഠിക്കാൻ ആഗ്രഹമുണ്ടായതും ആ താല്പര്യത്തെ ഗാന്ധിജി നിരാകരിച്ചതും പിന്നീട് അച്ഛനെതിരായി ആയുസ് മുഴുവനും അച്ഛനെതിരായി ഹരിലാൽ വിനിയോഗിക്കുന്നതുമായ ചരിത്രങ്ങളൊക്കെ അതിമനോഹരമായി ഭംഗിയായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തെ പാരമ്പര്യ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് പോകേണ്ട യാതൊരാവശ്യവും നമ്മുടെ മക്കൾക്കില്ല എന്ന താല്പര്യക്കാരനായിരുന്നു അടിസ്ഥാനപരമായി ഗാന്ധിജി. ഈ ഒരു സംഭവത്തോടു കൂടി എന്തായി? 1911 ഹരിലാൽ ഗാന്ധി കുടുംബമുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. അച്ഛനോടുള്ള സകല ബന്ധം. ഒരിക്കൽ ഒരു തീവണ്ടി യാത്രയിൽ അമ്മയും അച്ഛനും കൂടി യാത്ര പോകുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അച്ഛനെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം ഹരിലാൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന സംഭവമുണ്ട്. അതായത് ജനങ്ങൾ മുഴുവൻ ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്
ആ വഴി യാത്ര ചെയ്യാൻ ഒരു സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുമ്പോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ട് അല്പം നേരം ഗാന്ധിജിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളും കൂടി പ്ലാറ്റ്ഫോമിലേക്ക് വന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് ചീത്ത വിളിക്കാൻ വേണ്ടി വന്നു മകൻ ഹരിലാൽ. അത് ഒരുപാട് പുസ്തകങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ സംഭവം വായിച്ചിട്ടുണ്ട്. അതായത് മകൻ്റെ ഭാഷയിൽ ഒന്നിനും കൊള്ളാത്ത അച്ഛനാണ് ഗാന്ധിജി. ഗാന്ധിജിക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കളിൽ ഒരു മകൻ പോലും ഒരു സർക്കാർ ഉദ്യോഗത്തിലില്ല. അവരൊക്കെ സാധാരണ തൊഴിലെടുത്ത് ജീവിച്ച് മരിച്ചവരാണ്. ഒരു സർക്കാർ ഉദ്യോഗത്തിനൊരു മകനില്ല. 947 ഈ ബ്രിട്ടീഷുകാരെ ഭരണകാലത്തും മക്കൾക്ക് ഏതെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ ഗാന്ധിജി വിചാരിച്ചാൽ മതി. ഗാന്ധിജി വിചാരിക്കുന്നുണ്ട് എന്ന് ഒരാളെ അറിഞ്ഞാൽ മതി, ചെയ്തു കൊടുക്കുമല്ലോ. കാരണം ഗാന്ധിജി പറഞ്ഞാൽ 40 കോടി ജനങ്ങളുടെ നേതാവല്ലേ. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ സ്വാതന്ത്ര്യം 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോലും ഒരു സർക്കാർ ഉദ്യോഗത്തിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിലില്ല. ഇന്നിപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്? മക്കൾ രാഷ്ട്രീയമാണ്. എത്ര മഹാനായി മഹാൻ എന്ന് നമ്മൾ പറയുന്ന ആളാണെങ്കിലും അത് അങ്ങനെ തന്നെ മക്കളിലേക്ക് പകരുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് തൻ്റെ വഴി. സംഘടനയാണെങ്കിൽ സംഘടന, രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, മന്ത്രിപ്പണിയാണെങ്കിൽ മന്ത്രിപ്പണി, MLA പണിയാണെങ്കിൽ അങ്ങനെ, മെമ്പർ സ്ഥാനമാണെങ്കിൽ അങ്ങനെ, അച്ഛൻ അങ്ങനെ തന്നെ, പാപ്പാക്ക് അതേ മകൻ, ഏത് മഹാനും. എന്നാൽ മകൻ രാഷ്ട്രീയത്തിലില്ല, സർക്കാർ ഉദ്യോഗത്തിലില്ല. എന്തുകൊണ്ട്? എൻ്റെ മക്കൾക്കത് വേണ്ട.